ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. പനീർ കട്ട്ലറ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൽ കുറച്ച് പനീറൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പൊട്ടാറ്റോ പുഴുങ്ങി പൊടിച്ചതാണ്. ഒരു വലിയ പൊട്ടാറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിൽ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കണം. 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലപ്പൊടി ചേർക്കണം. 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഈ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇടാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുറച്ച് കട്ടിയിലൊരു ബാറ്റർ റെഡിയാക്കാം. കട്ട്ലറ്റ് മുക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാറ്റർ റെഡിയാക്കുന്നത്. ഇനി നമുക്ക് കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പനീർ പൊട്ടാറ്റോ മിക്സിൽ നിന്നും കുറച്ചെടുക്കാം. ചെറിയൊരു ഭാഗം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ബാറ്ററിൽ ഇത് മുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം കട്ട്ലറ്റും റെഡിയാക്കി എടുക്കാം. കട്ട്ലറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ഓയിൽ എടുത്താൽ മതിയല്ലോ. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ കട്ട്ലറ്റായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പനീർ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അധികം സ്പൈസസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആവണമെങ്കിൽ മുളക് പൊടിയെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇത് ഞാനിവിടെ കുരുമുളകും പിന്നെ കുറച്ച് പച്ചമുളകും അല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്